തലസ്ഥാന നഗരത്തെ മുൾമുനയിൽ നിർത്തിയ കാപ്പ കേസ് പ്രതി ബി കൗൺസിലർ സുഗതൻ ആരെന്ന ചോദ്യമാണ് കേരളത്തിൽ എങ്ങും. ബി കൗൺസിലർ സുഗതൻ 2 തവണ ജില്ലാ ഭരണകൂടം നാടുകടത്തിയ പ്രതിയാണ്. നാടുവിറപ്പിച്ച ഗുണ്ടാ നേതാവ്. ഇയാൾ ടിക്കറ്റിൽ കഴിഞ്ഞ തവണയാണ് നഗരസഭയിൽ എത്തുന്നത്. പാർട്ടിക്കുള്ളിലെ തർക്കത്തെ തുടർന്ന് നേതൃത്വം തന്നെ സുഗതനെ സ്ഥാനാർത്ഥിയാക്കി. പല പ്രമുഖ നേതാക്കളെയും തഴഞ്ഞാണ് സുഗതന് പാർട്ടി സീറ്റ് നൽകിയെന്ന ആരോപണം അന്നു തന്നെ ഉയർന്നിരുന്നു. ഇതിനു മുൻപ് തന്നെ ഇയാൾ നിരവധി കേസിലെ പ്രതിയാണെന്ന പാർട്ടി ജില്ലാ സംസ്ഥാന നേതാക്കൾക്ക് തന്നെ അറിയാമായിരുന്നു. 2022-25 വർഷങ്ങളിലാണ് ഇയാളെ കാപ്പ ചുമത്തി നാടുകടത്തിയത്. 2022-2025 വർഷങ്ങളിൽ ഇയാൾക്കെതിരെ സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. നാടുകടത്തപ്പെട്ട തിരികെ എത്തിയ ശേഷവും ഇയാൾ വധശ്രമ കേസിൽ പ്രതിയായി. അങ്ങനെ ഒരു വധശ്രമ കേസിലായിരുന്നു ഇയാൾ ഒളിവിലായിരുന്നത്. ഇക്കാര്യം പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട്. വധശ്രമ കേസിൽ കഴിഞ്ഞ 1.5 മാസമായി ഇയാൾ ഒളിവിലായിരുന്നുവെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. 2 സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ നിലവിൽ 11 കേസുകളുണ്ട്. ഇതിൽ 4 എണ്ണം വധശ്രമ കേസാണ്. ഇതിനു പുറമെ ലഹളയുണ്ടാക്കൽ, ഭീഷണിപ്പെടുത്തൽ കുറ്റങ്ങളും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. എല്ലാ കേസുകളിലും സുഗതനാണ് 1-ാം പ്രതി. ഒന്നൊഴികെയുള്ള എല്ലാ കേസുകളിലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. RSS പ്രവർത്തകനായിട്ടാണ് സുഗതന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടക്കം. വട്ടിയൂർക്കാവിൽ RSSന്റെ പ്രധാന നേതാവായി മാറിയ സുഗതൻ ഇതിനൊപ്പം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ആരംഭിച്ചു. മണ്ണു മാഫിയയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കൊഴുത്തതോടെ പതിയെ പ്രദേശത്തെ ഹാർഡ്വെയർ ഷോപ്പ് തുറന്നു. പിന്നീട് വ്യാപാരി വ്യവസായി നേതാവായി മാറി. RSSന്റെ വ്യാപാര സംഘത്തിന്റെ പ്രസിഡന്റായും ഇതിനിടയിൽ ചുമതല ലഭിച്ചു. ഇതോടെ സുഗതൻ സമ്പൂർണ്ണ അധികാര കേന്ദ്രമായി പ്രദേശത്തു വളർന്നു. പതിയെ അംഗങ്ങളെ നിയന്ത്രിക്കുന്ന രാജാവായി വട്ടിയൂർക്കാവ് സുഗതൻ മാറി. ഒരുപറ്റം ചെറുപ്പക്കാരുടെ ഗുണ്ടാ ഗ്യാങ്ങിന്റെ തലവൻ കൂടിയാണ് സുഗതൻ എന്ന BJP കൗൺസിലർ ഇപ്പോൾ. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സുഗതനെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വധശ്രമ കേസിൽ സുഗതന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ പോലീസ് അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. ഹൈക്കോടതി ഉത്തരവുമായി എത്തിയ സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീട് വളഞ്ഞ് അതിസാഹസികമായിരുന്നു സുഗതനെ പോലീസ് പിടികൂടിയത്. സംഭവത്തിന് പിന്നാലെ പോലീസിനെതിരെ ആരോപണവുമായി സുഗതന്റെ കുടുംബം രംഗത്തെത്തി. പോലീസ് മർദ്ദിച്ചുവെന്നും മുഖത്തടിച്ചുവെന്നും നടുവിൽ ചവിട്ടിയെന്നുമായിരുന്നു സുഗതന്റെ ഭാര്യ അശ്വതിയുടെ ആരോപണം. കഴുത്തിൽ കിടന്ന മാല പോലീസ് വലിച്ചു പൊട്ടിച്ചെന്നും കുട്ടികൾ നോക്കി നിൽക്കെ വെടിയുതിർത്തുവെന്നും അശ്വതി പറഞ്ഞിരുന്നു. എന്നാൽ സ്ഥലത്തെ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് ആകാശത്തേക്ക് വെടിയുതിർത്തുവെന്നുമാണ് പോലീസിന്റെ വാദം. അറസ്റ്റിനിടെ പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ചികിത്സയിലാണ്. ഇതേ സമയം തന്നെ പോലീസ് മർദ്ദിച്ചെന്ന് പറഞ്ഞ് സുഗതന്റെ ഭാര്യയും ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസിനെ ആക്രമിച്ചതിൽ സുഗതനെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിലും സുഗതൻ തന്നെയാണ് 1-ാം പ്രതി. സഹോദരൻ സന്ദീപാണ് 2-ാം പ്രതി. കണ്ടാൽ അറിയാവുന്ന 3 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. സുഗതന്റെ അറസ്റ്റിൽ പ്രതികരിച്ച് VV രാജേഷ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. CI വിപിനാണ് സംഭവത്തിന് പിന്നിലെന്നാണ് VV രാജേഷിന്റെ ആരോപണം. CI വിപിൻ ക്രിമിനൽ മനസ്സുള്ള വ്യക്തിയാണെന്നും ഡിപ്പാർട്ട്മെന്റ് നടപടി നേരിട്ടയാളാണെന്നുമാണ് VV രാജേഷ് പറഞ്ഞത്. സുഗതനെ കേസിൽ മനഃപൂർവ്വം കുടുക്കാനാണ് ശ്രമമെന്നും VV രാജേഷ് പറഞ്ഞു. എന്നാൽ CI അടക്കമുള്ള പോലീസ് സംഘത്തെ ആക്രമിച്ചു കടന്നു കളയാനായിരുന്നു സുഗതന്റെ നീക്കം. പോലീസ് വന്ന ഉടൻ പുറത്തു ആളുകളെ സുഗതൻ വിളിച്ചുകൂട്ടി. സംഘർഷത്തിനിടയിൽ രക്ഷപ്പെടാനായിരുന്നു സുഗതന്റെ ആസൂത്രണം. പക്ഷേ മിടുക്കനായ ഒരു CIയുടെ നീക്കങ്ങളാണ് സുഗതനെ തിരിച്ചടിയായത്.